നമുക്കൊരു എല്ലാത്തിനും ഒരു സമയമില്ലേ ദാസ എന്ന് പറയുന്ന പോലെ അതിനകത്ത് പറയാനുള്ളൂ. സമയത്ത് പുള്ളി കൃത്യമായിട്ട് അത് ചെയ്തു എന്നുള്ളതിൽ സന്തോഷമുള്ളത്, അത് സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സിദ്ദിഖിന്റെ ചെയർമാനായ കമ്മിറ്റിയാണ് താങ്കൾക്കെതിരെയുള്ള അച്ചടക്ക നടപടി അടക്കം ആ കമ്മിറ്റി സിദ്ദിഖ് തന്നെ അന്ന് താങ്കളെ പുറത്താക്കുന്ന സിദ്ദിഖാണ് മുമ്പ് നിൽക്കുകയും ചെയ്തത്. മുമ്പന്തി നിൽക്കുകയും ചെയ്തത് അദ്ദേഹമാണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ആ കമ്മിറ്റിയുടെ ചെയർമാൻ അദ്ദേഹമായിരുന്നു. അതിന് അദ്ദേഹത്തിന് അവിടെ ഇരിക്കാനായിട്ട് ആ സമയത്ത് യാതൊരുവിധ ധാർമ്മികപരമായ ഒരു ഇതുമില്ലായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഞാനത് എഴുതി കൊടുത്തിട്ടെന്നുള്ളത് അതും സത്യമാണ്. അത് പക്ഷേ പരിഗണിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഈ ആരോപണങ്ങൾ തുടർച്ചയായി ഉണ്ടാവുകയാണ്. ഈ ചോദ്യത്തിലൊക്കെ അടക്കം ഇരിക്കുന്നവർ ഈ തുടരുന്നത് ശരിയാണോ? സോറി, കേട്ടില്ല. ഈ ആരോപണങ്ങളിൽ ഓരോരുത്തർക്കെതിരെ ഓരോ ദിവസം പുതിയ വെളിപ്പെടുത്തൽ അടക്കം വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിയാണോ ഇനി അവർ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ? ഒരു സെക്കൻഡ്, ലൈറ്റ് പ്രശ്നമാണ്. ഓക്കെ അല്ലേ? ആരോപണങ്ങൾ തുടരുകയാണ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ അടക്കം പക്ഷേ ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണുള്ളത്. എന്തോ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ അടക്കം ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണുള്ളത്. അതെ, ആരോപണങ്ങൾ വളരെ ശക്തവുമാണ്. നമുക്കറിയാലോ, ഉപ്പ് തിന്നവർ വെള്ളം കുടിച്ചേ പറ്റൂ. അതാരാണേലും, അതിന് ഇന്ന ആളെന്നൊന്നുമില്ല, ആരായാലും വെള്ളം കുടിക്കേണ്ടി വരും. അമ്മ പ്രസിഡന്റ് മറുപടി പറയില്ലേ സ്വാഭാവികമായും? കാരണം അദ്ദേഹത്തിന്റെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതല്ലേ. അദ്ദേഹം പണ്ടും പല കാര്യങ്ങളും നമുക്കറിയാം. അങ്ങനെ ഒരു മറുപടി പറയുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഉപ്പ് തിന്നവരുടെ കൂട്ടത്തിൽ അദ്ദേഹം ഉണ്ടോ? അത് അദ്ദേഹത്തിനോട് ചോദിക്കേണ്ടി വരും. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. അത് അദ്ദേഹത്തിനോട് ചോദിക്കുകയല്ലേ നല്ലത്. ഞാൻ അങ്ങ് ഉണ്ടോ എന്നുള്ളത് എന്നോട് ചോദിച്ചിട്ട് പ്രതികരണശേഷി നഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും. ഞാൻ എഴുതി കൊടുത്തിട്ടുള്ളതാണ്. ഈ സമയത്ത് ഇത്രയും ദിവസമായി വന്നിട്ടും അമ്മ പ്രസിഡന്റിന്റെ ഒരു തരത്തിലുള്ള പ്രതികരണം വന്നിട്ടില്ല. അതെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പറഞ്ഞ സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ അതിനകത്ത് അംഗമായിരുന്നപ്പോഴാണ് എന്നെ സംബന്ധിച്ച് ആ ഒരു വിഷയമുള്ളത്. അത് അന്നേ ഞാൻ എഴുതി കൊടുത്തിട്ടുള്ളതാണ്. പ്രതികരണശേഷി അങ്ങേക്ക് നഷ്ടപ്പെട്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടുള്ളതാണ്. അല്ല, ഈ മുമ്പതിൽ നിൽക്കുന്ന താരങ്ങൾ ആരും ഇതിനെക്കുറിച്ച് യാതൊരു പ്രതികരണവും ഉണ്ടാകുന്നില്ല. അവർക്ക് ഈ ഉൾഭയം ഉള്ളത് കൊണ്ടാണോ പ്രതികരിക്കാത്തത്? സാർ, ആ ചോദ്യം അപ്രസക്തമാണ്. അതാണെന്നുള്ളത് ശരിയല്ലേ. ഞാനടക്കം ഭയത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. കാര്യം നമുക്ക് എന്താണ്, ഒരു ആരോപണം ഉന്നയിക്കുക അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ ഇതുമായിട്ട് സംസാരിക്കുക, അതൊക്കെ നമുക്ക് എല്ലാവർക്കും പറ്റും. പക്ഷേ ഇപ്പോൾ ഇത് ഞാനൊരു ആരോപണം അങ്ങയെക്കുറിച്ച് ഉന്നയിച്ചു. ആ ആരോപണം അങ്ങ് നേരെ വന്നൊരു മിസ്റ്റർ ഷമ്മി ഇന്ന പോലെയാണ്, അത് നീ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. അപ്പോൾ എനിക്കത് പറയുന്നത് അല്ല, നിങ്ങൾ ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന ന്യായീകരണം എനിക്ക് വെക്കാം. ഇത് പുറകിൽ നിന്ന് വന്നിട്ട് അടി തരുന്ന അവസ്ഥ എന്ന് പറയുന്നത്, ഇരുട്ടടി തരിക എന്ന് പറയുന്നത്, അതെങ്ങനെ നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റുമോ അതുമായിട്ട്?